ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫാത്തിമ റുമൈസ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ആദ്യമായിട്ട് ചാനൽ കയറി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദീപിലെ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ തേങ്ങ ചിരകിയെടുക്കുക. തേങ്ങ ചിരകിയെടുത്തിട്ട് ആ തേങ്ങ മുകളിലെ ഭാഗത്തിലെ തേങ്ങ എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് പാലുണ്ടാക്കണം. എന്നിട്ട് ആ പാലെടുത്തിട്ട് അടുപ്പിൽ വച്ചിട്ട് അത് തിളച്ച് വറ്റാനാകുമ്പോൾ പിന്നെ നമ്മൾ അടിയിലെ തേങ്ങ ഉണ്ടല്ലോ അത് ചിരകിയെടുക്കണം. അത് ചിരകിയിട്ട് അതിലേക്കിട്ടിട്ട് ആ പാല് കുറുകി വന്നതും അങ്ങനെ നമ്മൾ അതിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ മിക്സ് ചെയ്ത് വറ്റിക്കഴിയുമ്പോൾ ഓയിലിങ്ങനെ പിരിഞ്ഞ് വരും, വേറെ ആയിട്ട് വരും. അപ്പോൾ ആ ഓയിൽ നമ്മളെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ തേങ്ങയും മിക്സും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലേ അതിങ്ങനെ വറ്റി വരും, അത് എടുത്തിട്ട് തണുക്കാൻ വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ അത് പിഴിയുക. അത് പിഴിയുമ്പോൾ നമുക്ക് പിന്നെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് പാല് വരില്ലേ, ആ പാല് എഗെയിൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പിന്നെയും അത് വറ്റാൻ വെക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയ സാധനം ഉണ്ടല്ലോ, പിഴിയുമ്പോൾ കിട്ടുമ്പോൾ ബാക്കിയുള്ള ഒരു തേങ്ങയില്ലേ അത് എഗെയിൻ നമ്മൾ 2-3 പ്രാവശ്യം പിന്നെയും വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞിട്ട് അതിൽ പിന്നെയും നമുക്ക് കുറച്ചുകൂടെ പാല് കിട്ടും. ആ പാലും കൂടി നമ്മൾ ആ ഉണ്ടാക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നമ്മളത് എഗെയിൻ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ അതേ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഓയിലായിരുന്നു കിട്ടിയപ്പോൾ മാറ്റി വെച്ചില്ലേ, ആ ഓയിലും കൂടി അതിൽ ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ അവസാനം അത് വറ്റി ഒരു ബ്രൗൺ കളറായി വരും. അങ്ങനെ ആ ബ്രൗൺ കളറായി വരുമ്പോൾ ഓയിലായി വരാൻ തുടങ്ങി. എന്നിട്ട് അത് നമ്മൾ നല്ലോണം ബ്രൗണായി വരും. നല്ലോണം ബ്രൗൺ ആയി കഴിഞ്ഞാൽ രണ്ടും നമ്മൾ ഇങ്ങനെ മാറ്റി വേറെ ആക്കി വെക്കാൻ പറ്റും. ആ തേങ്ങയും ഓയിലും രണ്ടും നമുക്ക് വേറെ ആക്കി വെക്കാൻ പറ്റും. വേറെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള ഓയിൽ കിട്ടി, വെളിച്ചെണ്ണ കിട്ടി. അപ്പം നമുക്ക് ഓയിൽ കിട്ടി, അവിടെ മാറി കിടക്കുന്നുണ്ട്, അതാണ് ഓയിൽ. അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടും, ഉരിയാന്ന് പറഞ്ഞാൽ. അത് തിന്നാൻ പറ്റും. ഞങ്ങൾ ലക്ഷദ്വീപ് അതിന് ഉരിയാന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഓയിലും കിട്ടും. നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഓയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.